കടൽ പോലെ പരന്നു കിടക്കുന്ന കാടും കാതുകളിൽ മുട്ടിയൊരുമിപ്പോകുന്ന കാറ്റും ഗവി എന്ന കാനന സുന്ദരിയുടെ മനമയക്കുന്ന കാഴ്ചകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ട്രക്കിംഗ് ടീമിന്റെ യാത്രയാണ് കേട്ടോ ഇത്. മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിലെ നഴ്സറി ക്ലാസ്സിൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധമാണ് ഞങ്ങളുടേത്. ചില സൗഹൃദങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും. അത് 40 വർഷത്തിന്റെ സൗഹൃദമാണെങ്കിലോ കൂട്ടുകാരോടൊത്തുള്ള നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. എപ്പോഴും കണ്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ സുഗന്ധം പരത്തി നിലനിൽക്കും. സാറാമയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് നമുക്ക് ഗവിക്കൊന്ന് പോകണം. ഞങ്ങൾ കൂട്ടുകാർ പദ്ധതിയിട്ടു. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ബിസിനസ്സുകാരനും പോലീസും എക്സൈസും ഉൾപ്പെടെ 10 പേരാണുള്ളത്. പക്ഷേ ഈ ട്രിപ്പിൽ ഞങ്ങൾ 6 പേർക്കേ വരാൻ സാധിച്ചുള്ളൂ കേട്ടോ. ജോലിയുടെ തിരക്കുകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും ഒക്കെ മാറി കാടിന്റെ കുളിർമയും ശുദ്ധവായു ശ്വസിച്ച് മൊബൈൽ ഫോണിന് പോലും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒരു യാത്ര. ഇത് ഹാരിസ്, മൂവാറ്റുപുഴയിലെ സ്വന്തം പോലീസുകാരൻ. അവനില്ലാതെ ഞങ്ങൾക്കൊരു ട്രിപ്പ് ഇല്ല കേട്ടോ. ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളും സേഫ് ആക്കുന്നത് ഞങ്ങൾ സ്നേഹത്തോടെ ആസിക്കാന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഹാരിസ് സാറാണ്. ഇതാണ് നമ്മുടെ പ്രദീപ് ജി. മൂവാറ്റുപുഴയിൽ കമ്പ്യൂട്ടർ വന്ന കാലം മുതൽ ഞങ്ങൾ മൂവാറ്റുപുഴക്കാരുടെ കമ്പ്യൂട്ടർ സാക്ഷരത അവന്റെ കയ്യിലാണ്. ഇതാണ് നിജോ, വക്കീലാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ സിനിമാ നടി, വീഡിയോഗ്രാഫിയിൽ മിടുമിടുക്കി. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിജോയെ. ഇത് രാജീവ്. ടൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ സകല പ്ലാനിങ്ങും കോർഡിനേഷനും എക്സിക്യൂഷനും എല്ലാം രാജീവ് വകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ മുത്താണ്. ജിബി ബാംഗ്ലൂർ ടെക്കിയാണ്, പക്ഷെ കമ്പം കൃഷിയോടാണ്. ഭൂഗർഭജലം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴൽക്കിണറിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ജിബി. ഇതാണ് സാറ, പത്തനംതിട്ടയിൽ ഡോക്ടറാണ്. ഈ ടൂറിന് ഒരു പ്രത്യേകതയുണ്ട്, നിജോ ആണ് പറഞ്ഞത്. ബ്ലോഗർ സാറാമ്മയുടെ ജനനം ഈ ട്രിപ്പോട് കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു നിത്യഹരിത വനപ്രദേശമാണ് ഗവി. പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗം. അത്യപൂർവമായ പുഷ്പങ്ങളും മരങ്ങളും സിംഹവാലം കുരങ്ങുകളും നീലഗിരിത്താറും ചിത്രശലഭ കൂട്ടങ്ങളുമുള്ള കാടിന്റെ ഹൃദയത്തിലൂടെയുള്ളൊരു യാത്ര. ഞങ്ങൾ വൈകിട്ട് ആഹാരത്തിനുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ചു. പ്രദീപും രാജീവും ഉത്തരവാദിത്വത്തോടെ ആ ജോലി ചെയ്യുന്നുണ്ട്. പ്രദീപ് കൂട്ടുകാരെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ ആ സാധന സാമഗ്രികളുടെ കൂടെ ഇരിപ്പായി. അങ്ങനെ ഞങ്ങൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലെത്തി. കാടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി വാങ്ങി. ടൈഗർ റിസർവ് ഏരിയയാണ് ഗവി. ചെക്ക് പോസ്റ്റിൽ മുന്നോട്ടുള്ള പാതയിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസ് നിറയെ ഈ പുഷ്പം കാണാം. ശരറാന്തൽ പൂവ്, തുൻബേർഗിയ കൊക്കീനിയ, സ്കാർലറ്റ് ക്ലോക്ക് വൈൻ. റേഞ്ച് ഓഫീസറാണ് പേര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു കുലയിൽ ധാരാളം പൂക്കളുണ്ടാകും. കടും വർണ്ണ നിറങ്ങളോട് കൂടിയ പൂക്കൾ. മധ്യഭാഗം സ്വർണ്ണ മഞ്ഞ നിറവും മറ്റു ഭാഗങ്ങൾ കടും ചുവപ്പ് നിറവും. ആങ്ങാമൂഴി, സീതത്തോട്, മൂഴിയാർ, കക്കീഡാം, പച്ചക്കാനം വഴി ഗവി. ഇതാണ് ഞങ്ങളുടെ റൂട്ട് മാപ്പ്. മൂഴിയാർ KCB ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കൂട്ടുകാർ ഭക്ഷണം ഷെയർ ചെയ്ത് തമാശകൾ പറഞ്ഞ്, കൂടാതെ നല്ല വിശപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം നന്നേ ആസ്വദിച്ചു. ഇതാ നോക്കുമ്പോൾ ഒരു KSRTC ബസ്. ഓർഡിനറി സിനിമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി. സുഖവും ഇരവിക്കുട്ടൻ പിള്ളയുമായി. ഗവിക്കുള്ള ഉല്ലാസയാത്ര KSRTC ബസ്സുകൾ പത്തനംതിട്ടയിൽ നിന്നുമുണ്ട്. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയിലെ ജീവനക്കാർ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സാണത്രേ. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണിത്. പത്തനംതിട്ട ജില്ലയിലെ ആങ്ങാമൂഴി ഗവി റൂട്ടിലാണ് പദ്ധതിയുടെ പവർ ഹൗസ്. ഇങ്ങനെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി വെള്ളമെത്തിച്ച് ജനറേറ്ററുകൾ വഴി ഉൽപ്പാദനം നടത്തുന്നു. നിബിഡമായ വനത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. അത്യപൂർവമായ പുഷ്പങ്ങളും മരങ്ങളും ഇവിടുത്തെ പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്നു. ഇതാണ് പവിഴവൃക്ഷം, ഇന്ത്യൻ കോറൽ ട്രീ. ഭംഗിയുള്ള ഓറഞ്ച് നിറത്തിലുള്ള പുഷ്പങ്ങൾ കാണാൻ എന്ത് ചേലാണ്. എടാവേ, അങ്ങോട്ട് നോക്കിക്കേ. എടാവേ ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാരുടെ ഭാഷയാണ് കേട്ടോ. ഒരു വലിയ കടന്നൽക്കൂട്. കൂട്ടം കൂടി കുത്തിയാൽ ജീവൻ തന്നെ അപകടത്തിലാവും. അലർജിയുടെ പ്രതിപ്രവർത്തനങ്ങളാണ് മരണകാരണം, ഡോക്ടർ വിശദീകരിച്ചു. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു. കൂട്ടത്തിൽ ഒരാൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് കൂടെത്തിക്കാനുള്ള വിപുല ശ്രമവും നടത്തി. പഴയ നഴ്സറി കുസൃതിക്കൊന്നും ഒരു മാറ്റവുമില്ല, അത്ര തന്നെ. ഇതാണ് കക്കീഡ. തണുത്ത ഉണർവേകുന്ന കാറ്റ്, നല്ല നയനാഭിരാമമായ കാഴ്ച. പമ്പാ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണിത്. പമ്പ അണക്കെട്ട്, ആനത്തോട് അണക്കെട്ട് കണ്ട് ഞങ്ങൾ പച്ചക്കാനത്തെത്തി. ഇനി ക്യാമ്പ് ഫയർ. കുഞ്ഞുനാളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഇന്നത്തെ ജീവിതവും ജീവിതാനുഭവങ്ങളും കുറേ ഫിലോസഫിയും ഒക്കെ പങ്കിട്ടു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഓർമ്മച്ചപ്പിൽ ഒരു നല്ല ദിനം. നാളെ രാവിലെ ട്രക്കിംഗ് വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ. തൽക്കാലത്തേക്ക് ബായ്.